ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितं च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। നമ്മുടെ മുകുന്ദമാല സ്തോത്ര 7ാമത്തെ ശ്ലോകം നൽകാണെന്ന് വായിക്കാൻ പോകുന്നു. ചിന്തയാമി ഹരിമേവ സന്തതം മന്ദഹാസമുദിതാനനാംബുജം നന്ദഗോപാതനയം പരാത്പരം നാരദാദി മുനിവൃന്ദവന്ദിതം. ചിന്തയാമി ഹരിമേവ സന്തതം മന്ദഹാസമുദിതാനനാംബുജം നന്ദഗോപാതനയം പരാത്പരം നാരദാദി മുനിവൃന്ദവന്ദിതം. ഓക്കെ, എല്ലാവരും ഓരോ പ്രാവശ്യം. ഹരേ കൃഷ്ണ. ചിന്തയാമി ഹരിമേവ സന്തതം മന്ദഹാസമുദിതാനനാംബുജം നന്ദഗോപതനയം പരാത്പരം നാരദാദിമുനിവൃന്ദവന്ദിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചിന്തയാമി ഹരിമേവ സന്തതം മന്ദഹാസമുദിതാനനാംബുജം നന്ദഗോപതനയം പരാത്പരം നാരദാദിമുനിവൃന്ദവന്ദിതം. മോദിനി മാതാജി. ചിന്തയാമി ഹരിമേവ സന്തതം മന്ദഹാസമുദിതാനനാംബുജം നന്ദഗോപതനയം പരാത്പരം നാരദാദിമുനിവൃന്ദവന്ദിതം. ശരണ്യ മാതാജി. ഹരേ കൃഷ്ണ. ചിന്തയാമി ഹരിമേവ സന്തതം മന്ദഹാസമുദിതാനനാംബുജം നന്ദഗോപതനയം പരാത്പരം നാരദാദിമുനിവൃന്ദവന്ദിതം. വിനോദിനി മാതാജി. ചിന്തയാമി ഹരിമേവ സന്തതം മന്ദഹാസമുദിതാനനാംബുജം നന്ദഗോപതനയം പരാത്പരം നാരദാദിമുനിവൃന്ദവന്ദിതം. ഹരേ കൃഷ്ണ. മലയാളത്തിൽ ആരെല്ലാം ഉള്ളത്? അതിന്റെ ട്രാൻസ്ലേഷൻ വായിക്കും. ഹരേ കൃഷ്ണ. ഞാൻ എല്ലായ്പ്പോഴും ആനന്ദഭരിതമായി മന്ദഹാസിക്കുന്ന ഭഗവാൻ ഹരിയുടെ മുഖാരവിന്ദത്തെ സ്മരിക്കുന്നു. അദ്ദേഹം നന്ദഗോപനാണെങ്കിലും നാരദൻ മുതലായ മഹാഋഷിവര്യന്മാരാൽ ആരാധിക്കപ്പെടുന്ന പരമനിരപേക്ഷ സത്യമാണ്. I always think of Lord Hari, whose joyful lotus face bears a gentle smile. Although he is the son of the cowherd Nanda, he is also the supreme absolute truth, worshipped by great sages like Narada. അപ്പോ കുലശേഖർ ആൾവാർ ഭഗവാനെ പറ്റിയിട്ട് എന്താണ് പറയുന്നത്? ഐ ഓൾവേസ്, എപ്പോഴും ഭഗവാന്റെ എന്താ പറയാ, ലോട്ടസ് ഫേസിനെ പറ്റി എപ്പോഴും സ്മരിക്കുന്നു. ഭഗവാന്റെ എല്ലാം ലോട്ടസിനോടാണ് പറയുന്നത് അല്ലേ? നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രി. എല്ലാ അവയവങ്ങളും എല്ലാ അംഗങ്ങളും നമ്മൾ ലോട്ടസിനോടാണ്
എന്നുവെച്ചാൽ തുല്യമായിട്ട് വേറൊരു ഭൗതിക ലോകത്ത് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വസ്തു ഇല്ലാത്തത് കൊണ്ടാണ്. ഭഗവാന്റെ ഭംഗി സൗന്ദര്യം എത്രയോ കൂടുതലാണ്, പക്ഷെ വേറൊന്നും ഉപമിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ലോട്ടസ്. സോ ഉള്ളതില് ഏറ്റവും ബെസ്റ്റ് ലോട്ടസ്. അതുകൊണ്ടാണ് ഭഗവാന്റെ എല്ലാ അവയവത്തെയും എല്ലാ അംഗങ്ങളെയും ലോട്ടസിനോട് ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ ഹൂസ് ജോയ്ഫുൾ ലോട്ടസ് ഫേസ് ബേസ് ജെന്റിൽ സ്മൈൽ, എപ്പോഴും മന്ദഹാസം ഉള്ള ഒരു മുഖമായിരിക്കും ഭഗവാന്റെ. ആൾദോ ഹി ഈസ് ദ സൺ ഓഫ് ദ കൗഹേർഡ് നന്ദ, ഭഗവാൻ അജനാണ്, ജനിക്കുന്നില്ല, എങ്കിലും ഭഗവാന്റെ പല ലീലകളും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇവിടെ നന്ദ മഹാരാജന്റെയും യശോദമയുടെയും വളർത്തുപുത്രനായിട്ട് അവതരിച്ചിരിക്കുകയാണ്. He is also the supreme absolute truth, worshipped by the great sages like Narada. അപ്പോൾ അദ്ദേഹം പരമ ദിവ്യോത്തമ പുരുഷനാണ്, പൂർണ്ണ പുരുഷോത്തമ ഭഗവാനാണ്. അപ്പോൾ എന്നാണ് പറയുന്നത്, അത് മാത്രമല്ല വർഷിപ്പ് ബൈ ഗ്രേറ്റ് സേജസ് ലൈക്ക് നാരദ. അല്ലേ, ഇത് അർജുനൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഭഗവാന്റെ ഒരു 9 ആട്രിബ്യൂട്ട്സ്. പരം ബ്രഹ്മ, പരം ധാമ, പവിത്രം പരമം ഭവാൻ, പുരുഷം ശാശ്വതം ദിവ്യം, ആദിദേവം അജം വിഭും, ആഹുസ്തം ഋഷയെ സർവേ ദേവർഷി നാരദസ്തത, ആഷിതോ ദേവലോ വ്യാസോ സ്വയം ചൈവ ബ്രഹ്മി. അപ്പോ അങ്ങനെ ആഷിത, ദേവ, വ്യാസ, നാരദ അവരെല്ലാവരും ഇത് ഭഗവാൻ, ഇത് ശ്രീകൃഷ്ണൻ സുപ്രീം അബ്സല്യൂട്ട് ട്രൂത്ത് ആണ് എല്ലാവരും മാനിക്കുന്നത്. അത് അർജുനന്റെ മാത്രം അഭിപ്രായമല്ല, ഈ പറയുന്ന എല്ലാ സെയിന്റ്ലി പേഴ്സണാലിറ്റീസിന്റെ അഭിപ്രായമാണ്. അതും കൂടാതെ അങ്ങ് സ്വയം ഇത് പ്രഖ്യാപിക്കുന്നു എന്ന് അർജുനൻ പറയുന്നുണ്ട്, അല്ലേ. അപ്പൊ ഇവിടെ അതാണ് പറയുന്നത്, he is worshipped by great sages like നാരദ. അപ്പൊ എന്താണ്, അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് അവരെ അനുകരിക്കാം, അവരെ അനുസരിക്കാം. അവർ നമ്മളെപ്പോലുള്ള ആൾക്കാരല്ല, ആചാര്യന്മാരാണ്, ശുദ്ധ ഭക്തന്മാരാണ്. നമ്മൾ ആചാര്യന്മാരെ രാമാനുജാചാര്യ, മാധവാചാര്യ, ചൈതന്യ മഹാപ്രഭു, അഷിത, ദേവള, വ്യാസ, നാരദ ഇവരെല്ലാം അവരെ അതേ പ്രകാരം നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റും. എന്താണ് കാരണം, ഒരു സാധാരണ ഒരു ഭൗതിക തലത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി നമുക്ക് അവരെ ഫോളോ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവരെ നമുക്ക് കണ്ണും മൂടിയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, സ്പിരിച്വൽ അവര് ഭഗവാൻ ആൾക്കാരായിട്ട് സ്പിരിച്വൽ ആണ്, ഇവർ മെറ്റീരിയൽ ആണ്. സോ ഒന്നുകൂടി ക്ലാരിറ്റി, ഒന്നുകൂടി അതിനെ എലോബറേറ്റ് ചെയ്യാൻ പറ്റും. അവര് ഭഗവാനായിട്ട് എപ്പോഴും ഭഗവാനായിട്ട് സംഘം ചെയ്തിരിക്കുന്ന ആൾക്കാരല്ലേ, എപ്പോഴും ഭഗവാൻ ചിന്തയിൽ ജീവിക്കുന്ന ആൾക്കാര്, ഭഗവത് ഭക്തിയിൽ മുഴുകിയിരിക്കുന്ന ആൾക്കാരല്ലേ. ഓക്കെ, അത് ഓക്കെ, സമ്മതിച്ചു. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഭഗവാനെ സ്മരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപാസിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും അവരെ പോലല്ലേ. പക്ഷെ അവരും നമ്മള് ഒരുപാട് നല്ല എഴുത്തുകാരന്മാരുണ്ട്, നല്ല സാഹിത്യകാരന്മാരുണ്ട്, അല്ലേ. നമ്മളുടെ ഇപ്പോൾ കേരളത്തിലോ ബംഗാളിലോ ഒരുപാട് സാഹിത്യകാരന്മാരുണ്ട്. അപ്പൊ അവരിൽ നിന്ന് നമുക്ക് അവരുടെ ആ ഫിലോസഫി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതും, നല്ല ഇമാജിനറി പവർ, അല്ലെ, നല്ല കാൽപ്പനിക ചിന്ത, ഇതെല്ലാം ഉണ്ട്. നന്നായിട്ട് എഴുതും, നല്ല രസമായിരിക്കും വായിക്കാൻ. പക്ഷെ അവരെ നമുക്ക് ഫോളോ ചെയ്താൽ എന്താണ് അബദ്ധം, നേരെ മറിച്ച് ഇംപെർഫെക്ഷൻ ആയിട്ട് കോമ്പോസ് ചെയ്തിട്ടുള്ള ആ കൃതികള് നല്ലൊരു ഡിവോട്ടി ആണെങ്കിൽ നമുക്ക് അവരെ ഫോളോ ചെയ്യാൻ പറ്റും. ഇംപെർഫെക്റ്റ് ആയിക്കോട്ടെ, അവരുടെ കൃതികള് ഇവര് സാധാരണ, അതായത് നല്ല സാഹിത്യബോധമുള്ള ആൾക്കാരെ എഴുതിയ അത്ര ഇതുണ്ടായിരിക്കില്ല, പക്ഷെ അവരെ നമുക്ക് ഫോളോ ചെയ്യാം. എന്താണ് ഇവർ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അവര് ശാസ്ത്രം ഫോളോ ചെയ്യുന്നവരും പരമ്പര അനുസരിച്ച് ആത്മീയ ഗുരുവിനെ സ്വീകരിച്ചുകൊണ്ടുള്ള ഇത് പറയുന്നവരായിരിക്കും, അല്ലെ പ്രഭു? വെരി ഗുഡ്, കറക്റ്റ് ആണ്. പിന്നെ പ്രഭു പറഞ്ഞ ഓർമ്മയുണ്ട്, സാധുസംഘ സർവശാസ്ത്രഹയ ലവമാത്ര സാധുസംഘ സർവസിദ്ധിയായ, അങ്ങനെ പറയാറില്ലേ? മറ്റുള്ളത് കേൾക്കുന്നേക്കാളും ഒരു സന്യാസിനെ കാണുന്നതും അദ്ദേഹത്തിന്റെ ടീച്ചിങ് കേൾക്കുന്നതുമാണ് ശരിയായിട്ടുള്ള ആത്മീയ പുരോഗതിക്ക് നല്ലത്. ഇത് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ നമ്മുടെ ഭൗതിക തലത്തിലുള്ള സാഹിത്യകാരന്മാര് അവർക്ക് നല്ല ഒരു ഇന്റലിജന്റ് ആണ്, ഭക്തന്മാരല്ല.
പിന്നെ രണ്ടാമത്തെ കാര്യം, അവര് ഈ നാല് ഡിഫക്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആ, അല്ലെ? ആ 4 ഡിഫക്ട്സ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. എന്താണ് 4 ഡിഫക്ട്സ്? committing mistake, cheating property, പിന്നെന്താ? പെടുന്നത് അതായത് ചീറ്റിംഗ് propensity, കമ്മിറ്റിംഗ് മിസ്റ്റേക്സ്, സബ്ജക്ട് ടു ബി ഇല്യൂഷൻ ആൻഡ് സെൻസസ് ആർ ഇംപെർഫെക്റ്റ്. എന്നാൽ ഇവരുടെ ശുദ്ധ ഭക്തന്മാർ എന്താണ്? ഈ ശുദ്ധ ഭക്തന്മാരും ഭഗവാനും ഒക്കെ ഒരേ തലത്തിലാണ്. യെസ്, ഭഗവാനാണ്. ശുദ്ധ ഭക്തന്മാർ എന്തുകൊണ്ടാണ്? ഈ 3 ഗുണങ്ങളിലും അതീതമായിട്ട് അവർക്ക് അവരുടെ പേഴ്സണൽ ആയിട്ട് ഒരു അജണ്ട ഇല്ല. അവർ ഭൗതിക ലോകത്താണെങ്കിലും കൂടി ഭൗതിക ലോകത്തിലല്ല. ഏനാ they are in the material world but they are not of the material world. നാരദ, ആഷിത, ദേവല, വ്യാസ ഇത് പറയുന്നില്ലേ, അവര് ഈ മെറ്റീരിയൽ വേൾഡ് ആണെങ്കിലും they are not of this material world. അപ്പോ നേരെ മറിച്ച് ഇവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് അവരുടെ ഈ 4 ഡിഫക്റ്റ് കാരണം അവരത് എഴുതിയതെല്ലാം ശരിയായിക്കൊണ്ട് നിർബന്ധമില്ല. കുറെ ശരിയുണ്ടാവും, കുറെ തെറ്റുണ്ടായിരിക്കാം. പക്ഷെ അവരുടെ പെർഫെക്റ്റ് കോമ്പോസിഷൻ ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല, അത്രയും അറിവുണ്ടായിരിക്കും ഭൗതിക തലത്തിൽ. പക്ഷെ ഈവൻ ഡിവോട്ടീസ് അവർ പെർഫെക്റ്റ് കോമ്പോസിഷൻ ആയിരിക്കില്ല ചില സമയത്ത്. എല്ലാവരും അങ്ങനെയല്ല പറയാം. അതുകൊണ്ടാണ് വ്യാസദേവൻ തന്നെ ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഈവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് പെർഫെക്റ്റ്ലി കമ്പോസ്ഡ്. ഓക്കെ, അത് നമുക്ക് ഇത് ഫോളോ ചെയ്യണം. കാരണം വെച്ചാൽ ഇത് ശുദ്ധ ഭക്തന്മാരുടെയാണ്. പ്രഭാതിയും അത് പലപ്പോഴും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഭാഗവതം, ഭഗവത്ഗീത, അതിന്റെ കമന്ററീസ് എഴുതിയിട്ടുള്ള ശുദ്ധ ഭക്തന്മാരുടെ കോമ്പോസിഷൻ ഈവൻ പെർഫെക്റ്റ് അല്ലെങ്കിലും കൂടി ഇറ്റ്സ് ബെറ്റർ ടു ഫോളോ ദം rather than following the materially inclined people. അതാണ് ഇവിടെ ഗ്രേറ്റ് സേജസ് എന്ന് പറയുന്നത്. ഗ്രേറ്റ് സേജസ് ലൈക്ക് നാരദ, അങ്ങനത്തെ ആൾക്കാർക്ക് ഈ 4 ഡിഫക്ട്സ് ഉണ്ടാവില്ല. കാരണം അവരെ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവരെ കൺട്രോൾ ചെയ്യുന്നത് ഭഗവാന്റെ ഇന്റേണൽ പൊട്ടൻസിയാണ്, യോഗമായ പൊട്ടൻസിയാണ്. അപ്പൊ അവരെന്ത് പറയുന്നു അത് ഭഗവാന്റെ ആ ആഗ്രഹത്തിന് അലൈൻഡ് ആയിരിക്കും. സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായമല്ല അവിടെ. ഞാൻ പറഞ്ഞില്ലേ, രാമാനന്ദറായും ചൈതന്യ മഹാപ്രഭുവിന്റെയും ആ സംവാദം. രാമാനന്ദറായി എന്താണ് പറയുന്നത് അത് ചൈതന്യ മഹാപ്രഭു ആഗ്രഹിക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ടാണ് രാമാനന്ദറായി പറഞ്ഞത് തുമി വക്ത തുമി ശ്രോത എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വളരെ ധൈര്യമായിട്ട് ആചാര്യന്മാരെ ഫോളോ ചെയ്യാം. പക്ഷെ ആചാര്യന്മാരെ ഫോളോ ചെയ്യണമെങ്കിൽ കൂടിയിട്ട് അവര് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അതിന് ശരിക്ക് കമന്ററി എഴുതുന്ന ശുദ്ധ ഭക്തന്മാരായിരിക്കണം. അതിനെ ശരിക്കുള്ള വ്യാഖ്യാനം. അപ്പൊ അതേ ആചാര്യന്മാരുടെ ആ കോമ്പോസിഷൻസ് ഇത് തെറ്റായിട്ട് രീതിയിൽ വ്യാഖ്യാനം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അത് മാതാജി പറഞ്ഞ പോലെ പരമ്പരയിൽ വരുന്ന യാതൊരു പേഴ്സണൽ അജണ്ട ഇല്ലാത്ത, സ്വാർത്ഥത ഇല്ലാത്ത ശുദ്ധ ഭക്തന്മാരായിട്ടിരിക്കണം. ഭഗവത്ഗീത അതാണ്. ഒരുപാട് എഡിഷൻസ് ഉണ്ട്, 1000-600-ലും മീതെ എഡിഷൻസ് ഉണ്ട്. ഇപ്പൊ എന്താണ് പ്രഭുപാദ പറയുന്ന വെച്ചാൽ ഒരുപാട് എഡിഷൻ ഉണ്ട്. അപ്പൊ അതിൽ പൊളിറ്റീഷ്യൻസ് എഴുതിയിട്ടുണ്ട്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഗാന്ധിജി, അങ്ങനെ ഒരുപാട് ആൾക്കാർ എഴുതിയിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ എന്താ ഇൻഫ്ലുവൻസ് എന്താണ്? അവരുടെ ഇമാജിനറി അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഒരു ശുദ്ധ ഭക്തന്റെ ഭഗവത്ഗീത നമ്മൾ വായിക്കേണ്ടത് പറഞ്ഞത്. അപ്പോഴാണ് ഭഗവാൻ എന്താണോ അർജുനന് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനത്തെ വ്യാഖ്യാനം, അങ്ങനെയുള്ള കമന്ററി കാരണം നമുക്ക് സംസ്കൃത് ലാംഗ്വേജില് പിടിപാടില്ല. ഇനിയിപ്പൊ അഥവാ സംസ്കൃത് നമ്മൾ വായിച്ചാലും പഠിച്ചാലും ഇത് മുഴുവന് മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഫോർ എക്സാമ്പിൾ ഭക്തി ലിറ്ററേച്ചർ, ഒരു PhD സംസ്കൃത് ലാംഗ്വേജിൽ ഒരു PhD എടുത്ത ഒരാള് ഭക്തിയില് 0 ആണ് ഫോർ എക്സാമ്പിൾ. അപ്പൊ അദ്ദേഹം ഈ ഭഗവത്ഗീത വായിച്ചാൽ മനസ്സിലാവും, പക്ഷെ അതിന്റെ ഉള്ളിലുള്ള അന്തർലീനമായിട്ടിരിക്കുന്ന ആ സത്തില്ലേ അത് മനസ്സിലാവില്ല. അപ്പൊ ലാംഗ്വേജ് ഈസ് നോട്ട് ഇനഫ്. ഒരു ഭക്തനായനാണ് അതിന്റെ ശരിക്കുള്ള ഇത് കിട്ടുന്നത്. ലാംഗ്വേജിന് അവർക്ക് നല്ല ഇതുണ്ടായിരിക്കും, പാണ്ഡിത്യം ഉണ്ടായിരിക്കും, പക്ഷെ അത് ശരിക്കും ഭഗവത്ഗീതയും അതേപോലെ മറ്റുള്ള ഗ്രന്ഥങ്ങളോ ഉപനിഷത്തോ അല്ലെങ്കിൽ വേദങ്ങളോ അതൊക്കെ ശരിക്കും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പൊ അതൊരു ഭക്തനെ പറ്റുള്ളൂ. അതാണ് വ്യത്യാസം. സോ ആസ് കിങ് കുലശേഖര thinks of the Lord and remembers his happiness, the king also becomes happy.
Lord Krishna is eternally happy, but the conditioned soul is mostly unhappy. അപ്പോ ഭഗവാൻ, കാരണം ഭഗവാൻ ഈ 3 ഗുണങ്ങളിൽ നിന്ന് അപ്പുറത്താണ്. ഭഗവാൻ ന്യൂട്രൽ ആണ്, ഈക്വിപ്പോയ്സൺ ആണ്. അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും ഹാപ്പിയാണ്. അപ്പൊ ആധ്യാത്മിക ലോകത്തില് ഡ്യുവാലിറ്റി ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഡ്യുവാലിറ്റി? സുഖം, ദുഃഖം, നല്ലത്, ചീത്ത, ജയം, പരാജയം, അങ്ങനെ ഡ്യുവാലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഭഗവാൻ എപ്പോഴും ഹാപ്പിയാണ്. നാം ഭൗതിക ലോകത്തിൽ ഇവിടെ വരുമ്പോ ചില കാര്യങ്ങളുടെ ഭഗവാന് ദേഷ്യം വന്നിട്ടുണ്ട്, ഭഗവാന് വിഷമം വന്നിട്ടുണ്ട്, അല്ല അങ്ങനെ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ ആക്ച്വലി ഭഗവാൻ ഇതിനെല്ലാം അതീതമായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. ഭഗവാൻ ന്യൂട്രൽ ആണ്, ഈക്വിപ്പോയ്സൺ ആണ്. അതുകൊണ്ടാണ് ഭഗവാൻ എപ്പോഴും സന്തോഷിക്കുന്നത്, ആനന്ദത്തിലാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ ആ രൂപത്തിനെയും നമ്മുടെ എന്താണ് പറയുന്നത്? സച്ചിദാനന്ദ എന്ന് പറയുന്നത്. സത്തും ചിത്തും ആനന്ദ. ഓക്കെ, അവിടെ നിരാനന്ദമില്ല ഒരിക്കലും. അതേപോലെ ആ ധാമിൽ പോകുന്ന ഏതൊരു വ്യക്തിയും പൂർണ്ണമായിട്ടും ഈ 3 ഗുണങ്ങളിൽ നിന്നും അതീതമായി നിൽക്കുന്ന ഏത് വ്യക്തിയും, അത് എവിടെ തന്നെ, വൈകുണ്ഠത്തിലായിക്കോട്ടെ, ഭൗതിക ലോകത്തിലായിക്കോട്ടെ, അവരും അതേപോലെ അവരെപ്പോഴും ആനന്ദത്തില് ജീവിക്കുന്ന ആൾക്കാർ. ആ ആനന്ദം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് ആനന്ദാമ്പുതി വർദ്ധനം എന്ന് പറയുന്നത്. സോ വെൻ വി ലിവ് ഇൻ ഫോർഗെറ്റ്ഫുൾനെസ് ഓഫ് അവർ സ്പിരിച്വൽ നേച്ചർ, ഈവൻ അവർ സോ കോൾഡ് ബ്ലിസ് ഇസ് ഇല്യൂഷൻ. അപ്പോ എന്താണ് പറയുന്നത് വെച്ചാൽ, നമ്മളുടെ ആ ഇന്നേറ്റ് നേച്ചർ ഉണ്ട്, സച്ചിദാനന്ദമായിട്ടുള്ള ആ ആത്മാവിനെ മനസ്സിലാക്കാതെ നമ്മള് ഭഗവാനെ മറന്ന് ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ഭൗതിക തലത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം കൂടി എന്താണ്? ഇല്യൂഷൻ ആണ് പറയുന്നത്. ഓക്കെ, അതും കൂടി ഇല്യൂഷൻ. ഇറ്റ് ഈസ് അൺസാറ്റിസ്ഫൈയിങ് ഫ്ലിക്കറിങ് പ്ലഷർ, ചപല സുഖം. ഓക്കെ, ചപല സുഖത്തിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റോറി എല്ലാവർക്കും അറിയാം. എന്താണ് ചപല സുഖം എന്ന് പറഞ്ഞാൽ? ഫ്ലിക്കറിങ് ഹാപ്പിനെസ്. ഓക്കെ, ആ തേന് ഒരു വ്യക്തി കാട്ടിൽ പോയി കിണറിൽ വീണു, അപ്പോൾ വള്ളി പിടിച്ചു. ഓക്കെ, ആ സ്റ്റോറി എല്ലാവർക്കും അറിയാം. ആ സമയത്ത് മരത്തിലുണ്ടായിരുന്ന തേനീച്ചക്കൂടുന്ന ഒരു തുള്ളി തേന് വായിലേക്ക് വീഴാണ്. താഴെ പാമ്പുകളെ മീതെ സിംഹം. കിണറിന്റെ പകുതി വഴിയിൽ ഒരു വള്ളി പിടിച്ച് തൂങ്ങി നിൽക്കുകയാണ് ഇദ്ദേഹം. വീണു, കാല് തെറ്റി വീണു. താഴേക്കും പോകാൻ പറ്റില്ല, മുകളിലേക്കും വരാൻ പറ്റില്ല. അപ്പോഴാണ് ആ കിണറിന്റെ മീതെയുള്ള ഒരു പൊട്ടക്കിണറാണ്. ഓക്കെ, കിണറിന്റെ മീതെയുള്ള ഒരു മരക്കൊമ്പെന്ന് വലിയൊരു ഹണി ബി ഹൈവ്, ഓക്കെ, തേനീച്ചക്കൂട്, അതിൽ നിന്ന് ഒരു ഒറ്റ ഹണി, അതായത് തേന് നേരെ അദ്ദേഹത്തിന്റെ വായിലേക്ക് വീഴുന്നു. ആ സമയത്ത് തൻ്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാം മറന്ന് ഈ തേന് ആസ്വദിക്കുകയാണ്. ആലോചിച്ച് നോക്കും, മുകളിലേക്ക് പോകാൻ പറ്റില്ല. മുകളിൽ അവിടെ സിംഹം നോക്കിക്കാണ് മഹാപ്രസാദേ ഗോവിന്ദ എന്ന് പറഞ്ഞിട്ട്. താഴെ മുഴുവന് പാമ്പുകള്, ഏറ്റവും വിഷം ഏറിയ പാമ്പുകൾ, താഴേക്കും പോകാൻ പറ്റില്ല. അതും മാത്രമല്ല, ഈ പിടിച്ച വള്ളിയില്ലേ പതുക്കെ ഇങ്ങനെ ക്രാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ആലോചിച്ച് നോക്കൂ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലെ ഒരു തുള്ളി തേന് നമ്മുടെ വായിൽ വന്നുകൊണ്ടപ്പോ അത് ആസ്വദിച്ച് ഇരിക്കുക, ഇതെല്ലാം മറന്നിട്ട്. അങ്ങനെയാണ് നമ്മളുടെ സുഖം എന്ന് പറയുന്നത്, ചപ്പല സുഖം, ഫ്ലിക്കറിങ് ഹാപ്പിനെസ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മളുടെ ഈ മെറ്റീരിയൽ, നമുക്ക് ഭൗതിക തലത്തിൽ കിട്ടുന്ന ഹാപ്പിനെസ് ചപ്പല സുഖമാണ്. അപ്പൊ ഓരോ സുഖത്തിന്റെയും പിന്നാലെ ഇമ്മീഡിയറ്റ്ലി ഉണ്ടായിരിക്കും എന്തെങ്കിലും ദുഃഖം. സോ ദ poet Govindadasa expresses this in his song Bhaja Hore Mana. Okay, beautiful song, le. What assurance is there in all one's wealth? അപ്പോൾ ഇതിൽ ഗോവിന്ദദാസ് പറയുന്നത് ഭജ ഹോരെ മനയില്, അപ്പോൾ എന്താണ് നമ്മൾക്ക് ഗ്യാരണ്ടി? അതായത് നമ്മളുടെ ധനം നമ്മളെ രക്ഷിക്കും, നമ്മളുടെ യുവാവസ്ഥ നമ്മളെ രക്ഷിക്കും, നമ്മുടെ മക്കളെ നമ്മളെ രക്ഷിക്കും, നമ്മളുടെ മറ്റു കുടുംബാംഗങ്ങളെ നമ്മളെ രക്ഷിക്കുന്നത്. എന്തൊരു ഗ്യാരണ്ടി ഉള്ളത് ഉണ്ടോ? പലർക്കും പറയോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ മകൻ വളരെ നല്ല പൊസിഷനിലാണ്, നല്ല ജോലിയാണ്, നല്ല ശമ്പളമാണ്, എല്ലാം ഉണ്ട്, എനിക്ക് വയസ്സുകാലത്ത് ഒരു പ്രശ്നമില്ല, എൻ്റെ മകൻ എന്നെ നോക്കിക്കൊള്ളും. ആർക്കെങ്കിലും 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റുമോ? പറ്റില്ല. അതെങ്ങനെ പറയാൻ പറ്റും? മനുഷ്യന്റെ മനസ്സ് എപ്പോഴാ മാറുക എന്ന് എങ്ങനെ പറയാൻ പറ്റും? തന്നെ പറയുന്നത് അതാണ് ഗോവിന്ദദാസ് പറഞ്ഞത്. അതേപോലെ നമ്മളുടെ ആ യുവാവസ്ഥ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമോ? ആ സമയത്ത് നമ്മൾ പലതും പറയും ചോരത്തിളപ്പില്. എപ്പോഴും നമ്മളുടെ കൂടെ ഈ യുവത്വം ഉണ്ടാവും എന്നുള്ള ആ മനസ്സിൽ. ശ്മശാനത്തിൽ പോയി നമ്മുടെ ഒരാളുടെ ഒരു ശവസംസ്കാരം കാണുമ്പോൾ ആ സമയത്ത് നമുക്ക്
ശ്മശാന വൈരാഗ്യം വരും അല്ലേ? ഓ എന്തിനാ ജീവിതം, ഇത്രയൊക്കെ ഉള്ളത്. 4 दिन का जिंदगी എന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ കുറെ പണത്തിന് വേണ്ടി നമ്മൾ പരക്കം പായുന്നു, അതിന് വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ കഴിഞ്ഞു, ആ വൈരാഗ്യം കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ ആ യുവതി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കില്ല, മക്കള് എപ്പോഴും ഉണ്ടായിരിക്കില്ല. ഓക്കെ, നമ്മളുടെ കൂടെ വരുന്നത് എന്താണ്? നമ്മളുടെ മക്കൾ വരില്ല, നമ്മളുടെ ധനം വരില്ല, നമ്മളുടെ ബന്ധുക്കാർ വരില്ല, ഭാര്യ വരില്ല, ഭർത്താവ് വരില്ല, ആരും വരില്ല. പക്ഷെ നമ്മുടെ കൂടെ വരുന്നത് ആരാണ്? നമ്മുടെ ഡിവോഷണൽ സർവീസ്. നമ്മുടെ ഡിവോഷണൽ സർവീസ്. കർമ്മഫലം, കർമ്മം വരും. കർമ്മം മാത്രമേ വരുള്ളൂ. ഓഫ് കോഴ്സ് പരമാത്മാവായിട്ട് ഭഗവാൻ വരുന്നുണ്ട് എല്ലാ സ്ഥലത്തേക്കും. പക്ഷെ നമ്മളുടേതായിട്ട് പറയുന്നത് നമ്മുടെ കർമ്മം, നമ്മൾ ചെയ്ത കർമ്മം. സത്കർമ്മമാണെങ്കിൽ സത്കർമ്മം, അതല്ലെങ്കിൽ ദുഷ്കർമ്മം, അത് നമ്മുടെ കൂടെ എപ്പോഴും വരും. ഭഗവാനും വരും തീർച്ചയായിട്ടും. ഈ ഭൗതിക ലോകത്തിലെ ഏത് യോനിയിൽ ജനിച്ചാലും ശരി, ഭഗവാൻ നമ്മുടെ കൂടെ പരമാത്മാവായിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം എന്താണ്? വെറും നമ്മളുടെ ഒരു ഇല്യൂഷനാണ്. എൻ്റെ പണം ഉണ്ടായിരിക്കും, എൻ്റെ യൗവനം ഉണ്ടായിരിക്കും, എൻ്റെ മക്കളുണ്ടായിരിക്കും, ബന്ധുക്കളുണ്ടായിരിക്കും, ഇതെല്ലാം ഉണ്ടായിരിക്കും, അവരെല്ലാം എന്നെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളത് എന്താണ് അതിനെ ഉപയോഗിച്ചിരിക്കുന്നത്? ദിസ് ലൈഫ് ഈസ് tilting like a drop of water on a lotus petal. അതായത് താമരയുടെ ആ ചെടിയുടെ ഒരു ഇതല്ലേ, ഇലയിലെ വെള്ളം നമുക്കറിയാം അല്ലെ, അത് ഉരുണ്ട് കളിക്കും, ചെറിയൊരു കാറ്റ് വന്നാൽ അത് താഴേക്ക് വീണു. അതേപോലെ ആ ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടറെ പോലെ നമ്മുടെ ലൈഫും അത്രേ ഉള്ളൂ. പക്ഷെ നമുക്കത് ഒരു 100 വർഷം വലിയൊരു ലൈഫ് സ്പാൻ ആയിട്ട് കാണും. പക്ഷെ ഫ്രം ദാറ്റ് കോസ്മിക് ടൈം സ്കെയിലില് ഇത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡേ ഉള്ളൂ, അല്ലെ ഈ ലൈഫ് സ്പാൻ. പക്ഷെ നമുക്കത് വലുതായിരുന്നു. അപ്പൊ എന്താണ് ആ ഉപമ? വളരെ ബ്യൂട്ടിഫുൾ ആണ് കാണിച്ചത്. ഡ്രോപ്പ് ഓഫ് വാട്ടർ ഓൺ ദ ലോട്ടസ് ലീഫ് ഈസ് ഇറ്റ് ഈസ് ടിൽറ്റിംഗ് ആൻഡ് എനി ടൈം ഇറ്റ് വിൽ ഫാൾ ഡൗൺ. ജസ്റ്റ് എ സ്മോൾ, ചെറിയൊരു വിൻഡ് മതി, ചെറിയൊരു കാറ്റടിച്ചാൽ മതി, അപ്പൊ അത് വീഴും. So drop of water on a lotus petal. Therefore, you should always serve the divine feet of Lord. എന്താണ് പെർമനന്റ് ആയിട്ടുള്ളത്? എന്താണ്? ഭഗവാന്റെ പാതാരവിന്ദം. അത് മാത്രമേ പെർമനന്റ് ആയിട്ടുള്ളൂ. അപ്പൊ ആ ഭഗവാന്റെ പാതാരവിന്ദത്തെ എപ്പോഴും ഉപാസിക്കുക, എപ്പോഴും സേവിക്കുക. അതാണ് നമ്മളുടെ അസറ്റ്. മറ്റതൊന്നും അസറ്റ് അല്ല, മറ്റതൊക്കെ ലയബിലിറ്റിയാണ്. അതാണ് ഇവിടെ കുലശേഖര ആൾവാർ പറയുന്നത്. So another Vaishnava poet, Narottam Das Thakur, has expressed the happiness of the Supreme in a song addressed to Lord Chaitanya and Lord Nityananda. Aha Prabhu Nityananda Premananda Sukhi Kripa Balo Kana Koro Ami Vado Dukhi. My dear Lord Nityananda, you are always joyful in spiritual bliss. Since you always appear very happy, I have come to you because I am most unhappy. If you kindly cast your glance upon me, I may also become happy. എന്താണ് പറയുന്നത്? നരോത്തം ദാസ് ഠാക്കൂർ പറയുന്നത്, since you always appear very happy. ആര്? നിത്യാനന്ദ പ്രഭു. കാരണം നിത്യാനന്ദ പ്രഭു ഒരു സാധാരണ വ്യക്തിയല്ല, നമുക്ക് ഭഗവാന്റെ തന്നെ എക്സ്പാൻഷനാണ്. ഇവിടെ നരവട്ട് ലീലയിൽ വന്നു എന്ന് മാത്രം. അപ്പോ അങ്ങ് എപ്പോഴും സന്തോഷത്തോട് ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. പ്ലീസ് ഗ്ലാൻസ് അപ്പോൺ മീ സോ ദാറ്റ് ഐ വിൽ ആൾസോ ബി ഹാപ്പി. അങ്ങയുടെ ആ ദൃഷ്ടി എൻ്റെ മീതെ പതിയാണെങ്കിൽ എനിക്കും അങ്ങയെപ്പോലെ എപ്പോഴും ആനന്ദിക്കാനുള്ള ആ ഒരു അവസരം കിട്ടും, ഒരു ഭാഗ്യം കിട്ടും എന്നാണ് ഇവിടെ നരോത്തം ദാസ് ഠാക്കൂറിന്റെ ആ പ്രാർത്ഥന സോങ്സ് പറയുന്നത്. So in this prayer, King Kulashekara reveals himself to be at the stage of spontaneous love of God, in which the devotee goes beyond mere formal ceremonies and ritual recitations and thinks of Lord Hari always. അപ്പോ കുലശേഖര ആൾവാർ അദ്ദേഹത്തിന്റെ ആ സ്റ്റാറ്റസ്, അദ്ദേഹത്തിന്റെ ആ നേച്ചർ അവിടെ വെളിപ്പെടുത്താണ്. എന്താണ്? അദ്ദേഹം ഏതിലാണ്? സ്പോണ്ടേനിയസ് ലവ് ഓഫ് ഗോഡ് സ്റ്റേജിലാണ്. എന്താണ് സ്പോണ്ടേനിയസ് ലവ്? അതെന്താണ്? അതിന്റെ സാൻസ്ക്രിറ്റ് ടേം എന്താണ്?
സംസ്കൃത് ടേം സ്പോണ്ടേനിയസ്. എത്ര 3 തരത്തിലുള്ള ഭക്തിയാണ് അല്ലെ? പരാഭക്തിയാണോ? 3 കാറ്റഗറിയിലാണ് മെയിൻ ആയിട്ട് ഭക്തി എത്തിയിട്ട്. എന്താണ്? ആദ്യത്തെ വൈദ്യ സാധന ഭക്തി, ഭാവഭക്തി, പ്രേമഭക്തി. Okay, devotional service in practice, then raganubhakti, raganuga bhakti, then ragatmika bhakti. Okay, appo idu spontaneous love of God is raganuga bhakti. Spontaneous. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ എന്താ വൈദ്യ സാധന ഭക്തി പറഞ്ഞാൽ നമ്മൾ രാവിലെ 4:30 മണിക്ക് എഴുന്നേറ്റു, കുളി കഴിഞ്ഞു, 2 മണിക്കൂർ നമ്മൾ ചാൻറ്റ് ചെയ്യുന്നു അല്ലെ? ഇതെല്ലാം ഒരു എന്താണ്? സാധന, റെഗുലേറ്റഡ് ആണ്. ഇത്ര സമയത്ത് നമ്മൾ ഇന്നത് ചെയ്യും, ഓക്കെ, ഇത്ര സമയത്ത് നമ്മൾ ആരതി ചെയ്യും, ഇത്ര സമയത്ത് നമ്മൾ ഭോഗം ഓഫർ ചെയ്യും. ഓക്കെ, ഇതെല്ലാം ഒരു റെഗുലേറ്റഡ് ആണ്. ഓക്കെ, ഡിവോഷണൽ ഇൻ പ്രാക്ടീസ്, ഡിവോഷണൽ സർവീസ് ഇൻ പ്രാക്ടീസ്, വൈദ്യ സാധന ഭക്തി. രാഗാനുക ഭക്തി എന്താ പറഞ്ഞാൽ അവർ 24 മണിക്കൂറും ഭഗവാന്റെ സേവനത്തിന് അന്വേഷിക്കുന്ന, അവർക്ക് ഇന്ന സമയമൊന്നുമില്ല, സ്പോണ്ടേനിയസ് ആയിട്ട് വരും ഭഗവാന്റെ സേവനം. അവർക്ക് റെഗുലേഷന്റെ ആവശ്യമില്ല. 24 മണിക്കൂറും അവർക്ക് ഭഗവാനെ പറ്റി മാത്രമേ ചിന്തയുള്ളൂ, ഭഗവാന്റെ സേവനം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഈ സ്പോണ്ടേനിയസ് ലവ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അവർക്ക് ഇങ്ങനെ റിച്വൽസ് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, റെഗുലേഷൻ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ ആചാര്യന്മാർക്കൊക്കെ അവർക്ക് രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് 2 മണിക്കൂർ ചാൻറ്റ് ചെയ്യണം, അത് കഴിഞ്ഞ് അത് ചെയ്യണം, ഇത് ചെയ്യണം, ഒന്നും അവർക്ക് അങ്ങനെ യാതൊരു റെഗുലേഷനും ഇല്ല. ദേ ആർ ബിയോണ്ട് റെഗുലേഷൻസ്. കാരണം 24 മണിക്കൂറും അവര് കൃഷ്ണാവബോധത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗോപികമാര് അവര് വൈദ്യ സാധന ഭക്തി, നമ്മളെ പോലെ വൈദ്യ സാധന ഭക്തി ഒന്നല്ല ചെയ്യുന്നത്. അവര് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആധ്യാത്മിക ഭക്തി അതിലെത്തിയ ആൾക്കാരാണ്. ഇതാണ് പറയുന്നത്, അറ്റ്ലീസ്റ്റ് കുലശേഖര ഈസ് റിവീലിംഗ് ഹിംസെൽഫ് ടു ബി അറ്റ് ദ സ്റ്റേജ് ഓഫ് സ്പോണ്ടേനിയസ് ലവ് ഓഫ് ഗോഡ്, ഇൻ വിച്ച് ദ ഡിവോട്ടി ഗോസ് ബിയോണ്ട് മിയർ ഫോർമൽ സെറിമണീസ്. നമ്മളൊക്കെ എന്താ ഫോർമലായിട്ട് ചെയ്യുന്നതാണ്, റെഗുലേറ്റഡ് ആയിട്ട് ചെയ്യുന്നതാണ്. ആൻഡ് റിച്വൽ റെസിറ്റേഷൻസ് ആൻഡ് തിങ്സ് ഓഫ് ലോർഡ് അരിയാൾമീസ്. അതാണ് ഒരു സാധന, വൈദ്യ സാധന ഭക്തി എന്ന് പറയുന്നത്. This is the actual standard of happiness in devotional service. Such constant remembrance of the Lord is possible through constant chanting of His name. അപ്പോൾ ഭഗവാനെ എപ്പോഴും സ്മരിക്കണമെങ്കിൽ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഭഗവാന്റെ നാമം ഉച്ചരിക്കണം, അറ്റ്ലീസ്റ്റ് ബാക്ക് ഓഫ് ദ മൈൻഡ്. എന്ത് ജോലിയിൽ ഏർപ്പെട്ടാലും ശരി, നമ്മുടെ ബാക്ക് ഓഫ് ദ മൈൻഡ് വി ഷുഡ് ബി റിമെമ്പറിംഗ് ലോർഡ് കൃഷ്ണ എന്നാണ് പറയുന്നത്. ആസ് ലോർഡ് ചൈതന്യ റെക്കമെൻഡ്സ് ഇൻ ഹിസ് ശിക്ഷാശക 3, കീർത്തനീയ സദാഹരി. കീർത്തനീയ സദാഹരി. ന ധനം ന ജനം ന സുന്ദരീം കവിതാം ജഗദീശ കാമയേ മമ ജന്മനീശ്വരേ. അല്ല, സോറി, തൃണാദപി സുനിചന, അതിലല്ലേ അത്? കരോരപി സഹിഷ്ണുന അമാനീന മാനീന കീർത്തനീയ സദാഹരി. ശിക്ഷാക്ഷരത്തില് ചൈതന്യ മഹാപ്രഭു പറയുന്നത്, one should always chant the holy name of the Lord. Okay, എങ്ങനെയായിരിക്കണം? തൃണാദപി സുനിചേന, ഒരു പുൽക്കൊടി, എന്താ അത്രയും പേഷ്യൻസ്. അതായത് എന്ത് തന്നെയാലും യാതൊന്നും റിയാക്ട് ചെയ്യില്ല, പ്രൊട്ടസ്റ്റ് ചെയ്യില്ല. അതേപോലെ പിന്നെന്താ? തരോർ അപി സഹിഷ്ണുന, മരത്തിനെ പോലെ ടോളറൻസ് വേണം. പിന്നെ ആദരവ് കൊടുക്കണം, ആദരവ് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല മറ്റുള്ളത്. അങ്ങനത്തെ ആൾക്കാരെയാണ് കീർത്തനീയ സദാഹരി ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ആൾക്കാർക്കാണ് കീർത്തനീയ സദാഹരി ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്, കീർത്തനീയ സദാഹരി ഇതായിരിക്കണം. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് റിമെമ്പറൻസിൽ ഭഗവാന്റെ നാമം എപ്പോഴും വേണം. നമ്മൾ എന്ത് തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും ശരി, 24 മണിക്കൂറും കൃഷ്ണ കോൺഷ്യസ് ഉള്ള ആൾക്കാർക്ക്, കൃഷ്ണാവബോധത്തിലുള്ള ആൾക്കാർക്ക് റെഗുലേഷൻസിന്റെ യാതൊരു ആവശ്യമില്ല. എങ്കിലും കൂടിയിട്ട് അവര് മറ്റുള്ളവർക്ക് ഒരു മോഡൽ ആവാൻ വേണ്ടിയിട്ട് അവരും നമ്മളെപ്പോലെ റെഗുലേറ്റഡ് ആയിട്ട് ജീവിക്കുന്നത് മാത്രം. ഫോർ എക്സാമ്പിൾ പ്രഭുപാദയ്ക്ക് രാവിലെ എഴുന്നേറ്റ് ആ സമയത്ത് ഒരു 2 മണിക്കൂർ എനിക്ക് ചാൻറ്റ് ചെയ്യണം, നമ്മളെ പോലെ ചാൻറ്റ് ചെയ്യുന്നത് യാതൊരു നിർബന്ധമില്ല. പക്ഷെ പ്രഭുപാദ ചെയ്യുന്നു എന്തിനു വേണ്ടി? നമുക്ക്
ഒരു എക്സാമ്പിൾ ആയി. പ്രഭുപാദ് 24 മണിക്കൂറും കൃഷ്ണ കോൺഷ്യസ് ആണ്. പിന്നെ അങ്ങനെ റെഗുലേറ്റഡ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രഭുപാദ് അത് ഫോളോ ചെയ്യുന്നത്, പ്രഭുപാദ് ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരും അത് എന്താണ് അതിനെ പ്രഭുപാദ് ചെയ്തില്ല, ഞാനും പ്രഭുപാദ ആ തലത്തിലെത്തി, എനിക്കും ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് പ്രഭുപാദി ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു. അതിന് ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് പറയാം. അങ്ങനെ എല്ലാ ശുദ്ധഭക്തന്മാർക്കും അവരെല്ലാം ഈ തലത്തിലല്ല, വൈദ്യ സാധന ഭക്തിയിലല്ല, അവരെല്ലാം ഉയർന്ന കാറ്റഗറി ആയതുകൊണ്ട് 24 മണിക്കൂറും കൃഷ്ണാവബോധത്തിലായതുകൊണ്ട് അവർക്ക് ഈ നമ്മളെ പോലെ റെഗുലേറ്റഡ്, അതായത് വൈദ്യ സാധന ഭക്തി ലെവലല്ല എന്നാണ് പറയുന്നത്. So the Lord's happiness is always increasing, like an ever-expanding ocean. ആനന്ദാംബുതി വർദ്ധനം. ഭഗവാൻ എപ്പോഴും ആനന്ദത്തിലാണ്. ആ ആനന്ദം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. And the living entity is meant to dive into that ocean because his original nature is to be ever blissful in contact with the Lord. അപ്പൊ നമ്മളുടെ ഒറിജിനൽ നേച്ചറിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്കും അതേപോലെ ആ ആനന്ദം കിട്ടിക്കൊണ്ടിരിക്കും. അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ആനന്ദമായിരിക്കും. എവർ ഇൻക്രീസിങ് ആണ്, ഒരിക്കലും അത് ഡിക്രീസ് ആവില്ല. ഞാൻ ഫോർ എക്സാമ്പിൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാള്, അയാളുടെ ലക്ക് ഫേവർ ആണെങ്കിൽ അയാളുടെ ഷെയർ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക ഫേവറബിൾ ആണെങ്കിൽ. ഓക്കെ, അതേപോലെ നമ്മളുടെ ആധ്യാത്മിക ലോകത്തില് നമ്മളുടെ ആനന്ദം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എവർ എക്സ്പാൻഡിങ് ആണ്, എവർ എക്സ്പാൻഡിങ് ഓഷ്യൻ. അതേപോലെ ഇവിടെ പറയുന്നത്. So King Kulashekara further hints at the unlimited happiness of Krishna consciousness when he describes Lord Krishna as the son of Nanda Gopa. Krishna is the Lord of Vaikuntha and he expands himself as Chaturvyuha, as the Purushavatas and as many other forms. Bhagavan Krishna is the original person. His abode is in Vaikuntha. ഭഗവാന്റെ ലോകം ധാം വൈകുണ്ഠ ലോകത്തിലാണ്. അദ്ദേഹം ആദ്യം എക്സ്പാൻഡ് ചെയ്യുന്നു ബലറാമായിട്ട്, അതിനുശേഷം ചതുർവ്യൂഹ, അതിനുശേഷം നാരായണ, വീണ്ടും ചതുർവ്യൂഹ, പിന്നെ പുരുഷാവതാരാസ്. അങ്ങനെ ഒരുപാട് അവതാരങ്ങൾ എടുക്കുന്നു. ബട്ട് ഹിസ് ഒറിജിനൽ ഫോം ഈസ് എ കവേർഡ് ബോയ് ഇൻ ഗോലോക വൃന്ദാവൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ഒറിജിനൽ ഫോം എന്താണ്? ഒരു ഗോപാലൻ ആണ്. ഗോലോക വൃന്ദാവനത്തിലുള്ള ഒരു കവേർഡ് ബോയ് ആണ്. He came to Vrindavana Dhama within this world to reciprocate loving exchanges with his pure devotees here who wish to be his friends, parents and lovers. അപ്പൊ നമുക്കറിയാം ഭഗവാന്റെ ഈ അതേ ധാമം ഈ ഭൗതിക ലോകത്തിലേക്ക് വന്നതിനാണ് ഭൗമ്യ വൃന്ദാവനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭൗമ്യ വൃന്ദാവനത്തില് ഭഗവാൻ എങ്ങനെയാണ്? കവേർഡ് ബോയ് ആയിട്ടാണ്, ഒരു ഗോപാലനായിട്ടാണ് അല്ലെ. അപ്പൊ അതന്നെയാണ് ഒറിജിനൽ ഗോലോക വൃന്ദാവനത്തിലും ഭഗവാൻ അങ്ങനെയാണ്. അപ്പൊ ആ ഭഗവാൻ തൻ്റെ ഗോപി ഫ്രണ്ട്സ് ആയിട്ടും മറ്റുള്ള ലവേഴ്സ് ആയിട്ടും പേരൻസ് ആയിട്ടും അങ്ങനെ ലീലകൾ കളിച്ച് നടക്കുന്ന വളരെ, അതായത് വളരെ ലാവിഷായിട്ട്, വളരെ നേച്ചറായിട്ട് സന്തോഷിച്ച് നടക്കുന്ന ഒരു ഗോപപാലനാണ്. നമുക്ക് പറ്റുമോ അങ്ങനെ എപ്പോഴും 24 മണിക്കൂറും കളിച്ച് നടക്കാൻ പറ്റുമോ? നമുക്ക് രാവിലെ എഴുന്നേറ്റാൽ ഒരുപാട് കാര്യങ്ങളുടെ ഓഫീസിൽ പോകണം, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കണം അല്ലേ, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് 24 മണിക്കൂറും കൃഷ്ണാവബോധത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. കാണിച്ചാൽ നമ്മൾ അങ്ങനെ ശീലിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ എന്താണ്, ഇവർക്ക് അങ്ങനെ യാതൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളില്ല. 24 മണിക്കൂറും അവർക്ക് ആനന്ദം തന്നെയാണ്. അത് ഗോലോക വൃന്ദാവനത്തിലും ശരി, ഭൗമ്യ വൃന്ദാവനത്തിലും ശരി. So they cherish the desire to serve the Lord in intimate ways and they finally fulfill it after, as Srila Prabhupada says in his Krishna book, accumulating heaps of pious activities, heaps of spiritual pious activities. ഭഗവാന് ഗോലോകവൃന്ദാവനത്തിൽ കിട്ടുന്ന ആ ലവിങ് റെസിപ്രൊക്കേഷൻ ഫ്രം ഹിസ് ഡിവോട്ടീസ്, അത് 5 തരത്തിലാണ് അല്ലേ. ഇത് എവിടെയും കിട്ടില്ല, വേറെ എവിടെയും കിട്ടില്ല, വൃന്ദാവനത്തിൽ മാത്രമേ കിട്ടുള്ളൂ, വൈകുണ്ഠത്തിലും കൂടി ഇല്ല അത്. അങ്ങനെ ശാന്ത, ദാസ്യ, സഖ്യ, വാത്സല്യ ആൻഡ് മാധുര്യ.
വൃന്ദാവനം ഒഴിച്ച് മധുരയിലും കൂടി കിട്ടില്ല. മധുരയിലും കുറയും, ദ്വാരകയിലും വീണ്ടും കുറയും, വൈകുണ്ഠത്തിൽ വീണ്ടും കുറയും. ഓക്കെ, വൈകുണ്ഠത്തിൽ എത്തുമ്പോഴേക്കും അത് ഐശ്വര്യഭാവമായി, ആൻഡ് റെവറൻസ് ആയി. അപ്പൊ ഇതാണ് ഗോലോക വൃന്ദാവനത്തിന്റെ സ്പെഷ്യാലിറ്റി. അവിടെ ഭഗവാന്റെ ഭക്തന്മാരായിട്ട് പല വിധത്തിലുള്ള ഭക്തന്മാരാണ്. അതിലെ മാധുര്യരസത്തിലുണ്ട്, വാത്സല്യരസത്തിലുണ്ട്, സഖ്യരസത്തിലുണ്ട്, ദാസ്യരസത്തിലുണ്ട്, ശാന്തരസത്തിലുണ്ട്. ഇത് ഈ രസങ്ങളിലൊക്കെ ഭഗവാൻ തന്റെ ഭക്തന്മാരായിട്ട് ആദാൻ പ്രദാനം ചെയ്യാണ്. റെസിപ്രോക്കൽ ഡീലിങ്സ്, ഡിവോഷണൽ എക്സ്ചേഞ്ചസ് ചെയ്യാണ്. അപ്പൊ അത് ആർക്കാണ് കിട്ടുന്നത്? ആർക്കാണോ ഹീപ്സ് ഓഫ് സ്പിരിച്വൽ പയസ് ആക്ടിവിറ്റീസ്. ഞാൻ സ്പിരിച്വൽ ആഡ് ചെയ്യാൻ കാരണം നമ്മുടെ സാധാരണത്തെ പയസ് ആക്ടിവിറ്റീസ് അല്ല. സാധാരണത്തെ പയസ് ആക്ടിവിറ്റീസ് നമ്മൾ എന്താണ്, അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഭൗതിക തലത്തിൽ. സ്പിരിച്വൽ പയസ് ക്രെഡിറ്റ് പറഞ്ഞാൽ ഭഗവാനെ പ്ലീസ് ചെയ്യാൻ, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഇൻ അതർ വേർഡ്സ്, ആഫ്റ്റർ ദേ ഹാഡ് പെർഫെക്റ്റഡ് ദെയർ ലവിംഗ് ഡിവോഷൻ ടു ദ ലോർഡ് ത്രൂ മെനി ലൈവ്സ് ഓഫ് സർവീസ്, he appeared in person to reciprocate with them in their specific mood. അപ്പൊ ഭഗവാന്റെ ഈ ലീലകൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ധാമെന്ന് ഭഗവാന്റെ പാർഷദന്മാര്, അസോസിയേറ്റ് വരുന്നുണ്ട്. അതിന് ഉപരി ആയിട്ട് ഈ ഭൗതിക ലോകത്ത് നിന്ന് പെർഫെക്റ്റഡ് ബീയിങ്സ് ആയിട്ടുള്ള, അതേപോലെ ഇങ്ങനെ എന്താണ് പറയുന്നത്, after they had perfected their loving devotion to the Lord through many lives of service, ഒരുപാട് ജന്മങ്ങളിലൂടെ അങ്ങനെ പെർഫെക്ഷൻ സ്റ്റേജിൽ എത്തിയിട്ടുള്ള ഡിവോട്ടീസ്. He appeared in person to reciprocate with them in their specific. അപ്പൊ 3 തരത്തിലുള്ള ആൾക്കാരാണ് ഭഗവാന്റെ ഈ ലീലകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ആരൊക്കെയാണ് പറയാൻ പറ്റും? മെയിനായിട്ട് 3 തരത്തിലുള്ള ആൾക്കാരാണ്, 3 കാറ്റഗറീസ് ഉള്ള ആൾക്കാരാണ് ഭഗവാന്റെ ഈ ഭൗമ്യ ലീലയില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ആരൊക്കെയാണ് പറയുന്നത്? ഭഗവാനോട് 3 categories, mainly 3 categories of people participate in the Leela of the Lord in the Bhaumya Vrindavan. ഏതാണ്? ആരൊക്കെയാണ്? പേരൻസ് അങ്ങനെയാണോ പ്രഭു? വാത്സല്യ രസത്തിലുള്ളവർ അങ്ങനെയാണോ? അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് 3 കാറ്റഗറീസ്. ഒന്ന് ഞാൻ പറഞ്ഞു, ഭഗവാന്റെ പാർഷന്മാര് ഗോലോക വൃന്ദാവനത്തിൽ തന്നെ ഭഗവാൻ കൊടുക്കുന്നുണ്ട്, അവര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഭഗവാന്റെ പാർഷന്മാർ, അസോസിയേറ്റ്സ്, കോൺഫിഡൻഷ്യൽ അസോസിയേറ്റ്, ദർ ഇൻ ദ ഗോലോക വൃന്ദാവൻ, അവര് പാർട്ടിസിപ്പേറ്റ്. അല്ലാതെ 2 കാറ്റഗറി പറയൂ നീ. പിന്നെ ഭഗവാൻ പ്യുവർ ഡിവോട്ടീസ്. ഇവിടെ ഒന്ന് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞാനൊന്ന് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ വായിച്ചില്ലേ ഞാൻ? In other words, after they had perfected their loving devotion to the Lord through many lives of service. ബഹുനാം ജന്മനാമന്ദേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവം വിധി. പിന്നെ മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാം അഭിസിദ്ധാനം കശ്ചിൻ മാം വേദി തത്വ. അങ്ങനെ ഒരുപാട് ജന്മത്തിലൂടെ അവർ ഡിവോഷൻ സർവീസ് ചെയ്തിട്ട് പെർഫെക്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുള്ള ഡിവോട്ടീസ്, ശുദ്ധ ഭക്തന്മാർ. ഓക്കെ, 2ാമത്തെ കാറ്റഗറി. 3ാമത്തെ കാറ്റഗറി ആരാ? അവരിങ്ങനെ ഇത് കിട്ടിയവരാണോ പ്രഭു? ഭഗവാന്റെ ഒപ്പം ഇത് വേണം. ഇപ്പൊ ജയവിജയമാരൊക്കെ വന്നില്ലേ, അവർക്ക് ശാപം അവരൊക്കെ പാർഷദന്മാരാണ്. 3ാമത്തെ കാറ്റഗറി ആരാണ്? ടോട്ടലി സറണ്ടർ ചെയ്ത ആൾക്കാരെയാണ് പറയുന്നത് പ്രഭു. അത് അവരിപ്പോ ഈ 2nd കാറ്റഗറി പറഞ്ഞില്ല, അതിൽ വന്നില്ലേ? ടോട്ടൽ സറണ്ടർ ആ പെർഫെക്റ്റ് സ്റ്റേജിലെത്തി. ഡെമിഗോഡ്സ്. ഓ, അത് ശരി. ഡെമിഗോഡ്സ്. ഓക്കെ, ബ്രഹ്മാവിനോട് പറഞ്ഞില്ലേ ഞാൻ അവതരിക്കാൻ പോകുന്നു, എല്ലാവരോടും മറ്റുള്ള ദേവി ദേവതമാരോട് പറയും ഈ ലീലയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന ആളായിട്ട് ജനിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതിൽ ബ്രഹ്മാവ് മാത്രം വന്നില്ല. അതാണ് ബ്രഹ്മവിമോഹൻ ലീല അവിടെ പ്രശ്നമായത്. ബ്രഹ്മാവ് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു, ബ്രഹ്മാവ് സ്വയം വന്നില്ല ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, അല്ലേ? അപ്പൊ ഒരുപാട് ഡെമിഗോഡ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ലീലയിൽ. അപ്പൊ ഭഗവാന്റെ പാർഷദന്മാര് അവര് ഡയറക്റ്റ് ഗോലോക വൃന്ദാവനത്തിൽ വരുന്നു. ഓക്കെ, പിന്നെ
ഇവിടെ ഭൗതിക ലോകത്ത് പെർഫെക്റ്റഡ് ബീയിങ്സ് ആയിട്ടുള്ള പ്യൂർ ഡിവോട്ടീസ്, മൂന്നാമത് ഡെമിഗോഡ് ദേവതമാർ. അപ്പോ അവരൊക്കെ എന്താ ഇപ്പൊ ഡെമിഗോഡ്സ് ഈ ലീല കഴിഞ്ഞാൽ അവരുടെ റെസ്പെക്റ്റീവ് ധാമിലേക്ക് പോകും. പാർഷദന്മാര് അവരുടെ ഗോലോകത്തിലേക്ക് കൊണ്ടുപോകും. പിന്നെ പെർഫെക്റ്റഡ് ബീയിങ്സ് ആയിട്ടുള്ള അവരെയും തന്നെ ഭഗവാൻ മറ്റ് അന്യ ഗ്രഹങ്ങളില്, അന്യ യൂണിവേഴ്സുകളില്, അന്യ ബ്രഹ്മാണ്ടങ്ങളിലെ ലീലകളിലേക്ക് പങ്കെടുക്കാൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഗോലോകത്തിലേക്ക് കൊണ്ടുപോകും. അടുത്തത് പെർഫെക്റ്റ് ആണ്. ഡെമിഗോഡ്സ് അവർ തിരിച്ചു പോകും അവരുടെ ബോർഡിലേക്ക്. അവരൊരു ഡിപ്പാർട്ട്മെന്റ് അവർ ഹാൻഡിൽ ചെയ്യാൻ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, ആ പണി അവരെ കണ്ടിന്യൂ ചെയ്യും. ഹരേ കൃഷ്ണ പ്രഭു, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ പ്രഭു. രണ്ടാമത്തെ കാറ്റഗറി പറഞ്ഞില്ലേ, അവര് പെർഫെക്ഷൻ സ്റ്റേജിലെത്തി ഭഗവാനെ സറണ്ടർ ചെയ്തവര്. അപ്പൊ അവര് എന്താ ഗോലോകത്തിലെത്താത്തത്? അവര് വേറെ ഗ്രഹങ്ങളിലേക്ക് അവരെത്തും. ഈ ലീലകള് കഴിഞ്ഞാൽ പിന്നെ അവരെ കൊണ്ടുപോകും, അല്ലെങ്കിൽ വേറെ ലീലകളിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അൾട്ടിമേറ്റ്ലി അവര് ഗോലോകത്ത് എത്തും അല്ലേ? അതെ. അപ്പൊ അത് ഭഗവാൻ തീരുമാനിക്കും, വേറെ ലീലയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ അതോ ഗോലോകത്തിൽ കൊണ്ട് അവിടെ ചെയ്യണോ. അപ്പൊ അവരെത്തും, അവര് തീർച്ചയായും. കാരണം അവര് സാധാരണ നിന്ന് അതാണ് ഇവിടെ ആഫ്റ്റർ മെനി ലൈഫ്സ് ഓഫ് പയസ്. ഇവിടെ ഇതില്ല, എവിടെ ഉണ്ടോ, എവിടെ ഇത്? Yeah, accumulating heaps of pious activities. In other words, after they had perfected their loving devotion to the Lord through many lives of service. Okay, appo perfected after many lives of service. So they are eligible now. But angante alkare, before they are taken to Vaikunta or Goloka, Lord is giving them an opportunity to associate with him in the Bhaume Vrindavan. Okay, അപ്പൊ അതാണ് പറയുന്നത്. So okay, he appeared in person to reciprocate with them in their specific mood. അപ്പൊ എന്താണ് സ്പെസിഫിക് മൂഡ് ഇവിടെ? എന്താണ് അർത്ഥം? With them in their specific mood. അവര് ഭഗവാനുമായിട്ട് ഏത് റിലേഷൻഷിപ്പ് ആണോ ഏത് ഭാവത്തിലാണോ അതേ ഭാവം. എക്സാക്ട്ലി സെയിം. എക്സാക്ട്ലി അതന്നെയാണ്. ഇപ്പൊ ദാസ്യരസത്തിലാണെങ്കിൽ ദാസ്യരസത്തില്, സഖ്യത്തിനാണെങ്കിൽ സഖ്യം, വാത്സല്യെങ്കിൽ വാത്സല്യം, മാധുര്യം, ആ മൂഡില് ഭഗവാൻ റെസിപ്രോക്കേറ്റ് ചെയ്യും. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഭൗമ്യ വൃന്ദാവനില് അവിടെ എല്ലാ തരത്തിലുള്ള ഡിവോട്ടീസ് ഉണ്ട് ഭഗവാൻ. ഗോവർദ്ധൻ ലീല നടക്കുന്ന സമയത്ത് ആ ഗോവർദ്ധൻ പർവ്വതത്തിന്റെ അടിയില് എല്ലാ വ്രജവാസികളും ഉണ്ടായിരുന്നു. അപ്പൊ ഭഗവാനായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ചില ആൾക്കാർ സഖ്യഭാവത്തില്, ചില ആൾക്കാർ മാധുര്യഭാവത്തില്, ചില ആൾക്കാർ ദാസ്യഭാവത്തില്, ചില ആൾക്കാര് വാത്സല്യഭാവത്തില്, അല്ലെ? അപ്പൊ ഇവരോട് എല്ലാവരോടും ഭഗവാൻ ആ റെസ്പെക്റ്റീവ് മൂഡില് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും ഈക്വലി, ഒരാൾക്കും ഒരു കംപ്ലൈന്റ് ഇല്ല അവിടെ. സോ എവറിബഡി ഈസ് ഹാപ്പി. ആ ലീലയില് ഏറ്റവും കൂടുതൽ ഹാപ്പി ഇവരെല്ലാ വ്രജവാസികളും ഹാപ്പി. കാരണം 7 days ഒരേ സമയത്ത് എല്ലാവരോടും റെസിപ്രോക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഇന്ദ്രൻ ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ടാണ് ഗോവർദ്ധന ലീല ഒരു ഇന്ദ്രന്റെ ഒരു അഹംഭാവം ആണെങ്കിലും കൂട്ടിയിട്ട് ഭഗവാൻ അധികം ദേഷ്യം തോന്നിയില്ല. കാരണം ഇന്ദ്രൻ എല്ലാവരും ഒറ്റ കൊടക്കീഴിൽ കൊടുന്നു, ഭഗവാന് വളരെ ഈസിയായി, അല്ലെ? നേരെ മറിച്ച് ബ്രഹ്മവിമോഹൻ ലീലയില് ബ്രഹ്മാവിനോട് കുറച്ച് ദേഷ്യമാണ് വന്നത്. കാരണം എന്താ? അകറ്റിയല്ലായിരുന്നു, ഭഗവാനിൽ നിന്ന് ഗോപന്മാരെ എല്ലാവരും അകറ്റി കൊണ്ടുപോയി. എല്ലാവരും അകറ്റി, എല്ലാവരും മാറ്റി നിർത്തിയത്. ഇവിടെ ഇന്ദ്രൻ എന്റെ കാരണത്താൽ എല്ലാവരും ഒരുമിച്ചു. 7 days and 7 nights എല്ലാവരും ഒരുമിച്ചിട്ട് ഭഗവാന് ആദാൻ പ്രദാൻ ചെയ്യാൻ പറ്റി. എക്സ്ചേഞ്ച് ഓഫ് ലവിംഗ് ഡിവോഷണൽ സർവീസ് ഇൻ ദെയർ റെസ്പെക്റ്റീവ് മൂഡ്. അതാണ് ഇവിടെ പറയുന്നത്. സ്പെസിഫിക് മൂഡ്. So Krishna enjoyed playing as the son of Nanda. For example, Krishna would sometimes
delight his parents by carrying his father's wooden slippers on his head, just like an ordinary child. ഈ ബ്രഹ്മാണ്ടങ്ങൾ മുഴുവനെ തന്റെ ശക്തിയിലാണ് അവിടെ അതിന്റെ റെസ്പെക്റ്റീവ് സ്ഥലത്ത് സ്പേസിൽ ഫ്ലോട്ട് ചെയ്യുന്ന, വേറെ യാതൊരു കൊളീഷനും ഇല്ലാണ്ട് എത്രയോ ബ്രഹ്മാണ്ടങ്ങൾ ജൈജാനിക്. ആ ഭഗവാൻ കൃഷ്ണനാണ് തന്റെ അച്ഛന്റെ സ്ലിപ്പർ തലയിൽ വെച്ചിട്ട് കൊണ്ടേ കൊടുക്കുന്നത്. അതും ഇപ്പൊ വീഴും അങ്ങനെ പേടിച്ചിട്ടാണ് നടക്കുന്നത്. ഈ ബ്രഹ്മാണ്ടത്തിന്റെ നായകനാണ്. ആ ചപ്പൽ വീഴും. അതേപോലെ ഭഗവാൻ ആ ഫ്രൂട്ട് വെൻഡർക്ക് അല്ലെ, ഫലം കൊടുന്ന ആ മാതാജിക്ക് തന്റെ കയ്യില് കുറച്ച് ഗ്രെയിൻസ് ധാന്യം കൊടുന്നു, അത് മുഴുവനെ താഴെ പോകുന്നു. ആലോചിച്ച് നോക്കൂ ആ ലീലയുടെ ആ ഒരു ഇത് അല്ലെ. ഈ ബ്രഹ്മാണ്ടത്തിന്റെ, അതായത് എല്ലാം ക്രിയേഷന്റെയും സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ ക്രിയേഷന്റെ പ്രൊപ്പറേറ്റർ, കൺട്രോളർ, മാസ്റ്റർ, എൻജോയർ ആ ഭഗവാനാണ് ഇവിടെ ഇങ്ങനത്തെ ലീലകൾ കളിക്കുന്നത്. ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റും? കുറച്ച് ധാന്യം തന്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല, കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഒരു ചെരുപ്പ് തലയിൽ വെച്ചിട്ട് വീഴാണ്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. എൻജോയ്ഡ് പ്ലേയിങ് ആസ് എ സൺ ഓഫ് നന്ദ. അങ്ങനെ ആ ലീലകള് അവിടെ ആസ്വദിക്കുകയാണ്. For example, Krishna would sometimes delight his parents by carrying his father's wooden slippers on his head, just like an ordinary child, ഒരു സാധാരണ ഒരു ബാലനെ പോലെ. And Krishna would also enjoy his magnificent part-times in Dwaraka, where he lived in unequaled opulence in 16,100 palaces with an equal number of queens. അപ്പൊ അതേപോലെ തന്നെ ദ്വാരകയിലത്തെ ആ ലീലകളും ഭഗവാൻ അവിടെ ആസ്വദിക്കായിരുന്നു. 16,108 രാജകൊട്ടാരങ്ങളിലുള്ള എല്ലാ രാജ്ഞിമാരുടെയും കൂടെ ഒരേപോലെ എല്ലാ സ്ഥലത്തും എല്ലാ രാജകൊട്ടാരത്തിലും ഭഗവാൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഭഗവാന്റെ ഓപ്പുലൻസ് ആണ് അല്ലെ. So Narada once visited the Lord at Dwaraka and saw him engaging in various pastimes in his many palaces. അപ്പൊ നാരദ മഹർഷിക്ക് അത്ഭുതം. അപ്പൊ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കൊട്ടാരത്തിലും പോയി. ഓരോ കൊട്ടാരത്തിലും ഭഗവാൻ കൃഷ്ണൻ ഉണ്ട് അവിടെ അല്ലേ. അപ്പൊ എക്സ്പാൻഡ്സ് ഹിംസെൽഫ്. എല്ലാത്തിലും ഓരോ റാണിമാരുടെ അടുത്തും പല പല ആക്ടിവിറ്റീസിലും മുഴുകിയിരിക്കുകയാണ്, പല പല കാര്യങ്ങളിലും. So engaging in various pastimes in his many palaces. At that time, Narada became astounded and described him as a source of all opulences. അപ്പോഴാണ് നാരദ മഹർഷി പറയുന്നത്, he is a source of all, എല്ലാ ഐശ്വര്യത്തിന്റെയും ഉറവിടമാണ്. സോഴ്സസ് ആണെന്ന് പറയുന്നത്. There is no contradiction between Krishna's charmingly sweet pastimes in the simple village of Vrindavana and his magnificently opulent pastimes in Dwaraka. അപ്പൊ അതില് കോൺട്രഡിക്ഷൻ ഇല്ല. ഒരേ ഭഗവാൻ തന്നെ ഇവിടെ എന്താണ്, വൃന്ദാവനത്തില് അച്ഛന്റെ ചപ്പല് ഏറ്റി കൊണ്ടുപോകണു, ഗ്രെയിൻസ് കയ്യില് കുറച്ച് പിടിക്കാൻ പറ്റാതെ വീഴ്ത്തി കൊണ്ടുപോകണു, ഗോപബാലന്മാരുടെ ജൂട്ട അത് കഴിക്കുന്നു. അതേ ബാലനാണ് അവിടെ കൃഷ്ണനായിട്ട് 16,108 റാണിമാരായിട്ട് അവിടെ ഉല്ലസിക്കുന്നത്. അപ്പൊ അതില് കോൺട്രഡിക്ഷൻ പല ആൾക്കാർക്കും തോന്നാം. എന്താണ് പറയുന്നത്? There is no contradiction. There is no contradiction between Krishna's charmingly sweet pastimes in the simple village of Vrindavana and his magnificently opulent pastimes in Dwaraka. So all of the Lord's pastimes are oceans of happiness. സാഗരമാണ്, ആനന്ദത്തിന്റെ സാഗരമാണെന്ന് പറയുന്നത്. And the devotees who can think of the Lord performing any of his multifarious pastimes dives into that ocean. ഭക്തന്മാരെ ഈ ഇങ്ങനെയുള്ള നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള പാസ്റ്റൈംസ്, അതായത് ലീലകള് അവര് ഇങ്ങനെ ഓർത്തോർത്ത് അത് സ്മരിച്ച് അവര് ആനന്ദത്തിൽ ആറാടാണ് ചെയ്യുന്നത്. So in this world, one who always thinks of the Lord will forget all material miseries and enter the spiritual world. അപ്പൊ അങ്ങനെ ഈ ഭൗതിക ലോകത്തെ ഏത് വ്യക്തിയാണോ ഭഗവാന്റെ ഈ ലീലകളെ എപ്പോഴും സ്മരിച്ചു കൊണ്ടിരിക്കുന്നത്
അവർ ഈ ഭൗതിക ലോകത്തെ എല്ലാ ക്ലേശങ്ങളെയും മറന്ന് ഭഗവാന്റെ ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് സ്തോത്ര 7. ഇത് 6 ശ്ലോകം വരെ പ്രഭുപാദനെ ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്ന അതിന്റെ പർപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 6ാമത്തെ ശ്ലോകം മുതൽക്ക്, അതായത് 7ാമത്തെ ശ്ലോകം മുതൽക്ക് ബാക്കി എല്ലാം പ്രഭുപാദരെ ഡിസൈപ്പിളായിട്ട്, അതായത് എന്താ ലീലാമൃത എഴുതിയത് എന്താ മഹാരാജിന്റെ പേര്? പ്രഭുപാദ ലീലാമൃത എഴുതിയ മഹാരാജിന്റെ പേരെന്താ? പേര് പറഞ്ഞു. അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത്. ഇത് ആരാണ്? മറന്നോ എല്ലാരും? സ്വരൂപദാസ ഗോസ്വാമി. സസ്വരൂപ് ഞാൻ നോക്കി പറഞ്ഞതാ പ്രഭു, എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല കേട്ടോ, ഞാൻ ബുക്ക് നോക്കി പറഞ്ഞതാ. സസ്വരൂപ് Goswami Maharaj. Okay. So he has translated this. അപ്പൊ ഞാനിപ്പോ റീസെന്റ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. He has become old, but still he is doing this devoted service, writing and editing and all. അദ്ദേഹത്തിന്റെ പ്രഭുപാദ ലീലാമൃത ക്ലാസിക് പീസ് ആണ് അല്ലേ? നമുക്ക് ഇപ്പോഴും അതാണ് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത് പ്രഭു. ഇറ്റ്സ് എ ക്ലാസിക് വൺ. ഒരുപാട് അവരെ അങ്ങനത്തെ ആ പ്രഭുപാദ ഡിസൈപ്പിൾസ്, പ്രഭുപാദയുടെ എംപവർമെന്റ് ഇല്ലാണ്ട്, പ്രഭുപാദ അനുഗ്രഹം ഇല്ലാണ്ട് അവർക്കൊന്നും ഈ തലത്തിലേക്ക് വീരാൻ പറ്റില്ല. അതേപോലെ 10ാമത്തെ സ്കന്ധത്തിലെ എത്രാമത്തെ 30-ഓ 31-ാമത്തെ ഏതോ ചാപ്റ്ററിൽ പ്രഭുപാദ നിർത്തിയതിനു ശേഷം 3 ഡിവോട്ടീസ് കൂടിയിട്ടാണ് 11ഉം 12ഉം സ്കന്ധം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ദ്രാവിഡ പ്രഭു, ഒന്ന് ഗോപി പരായണ പ്രഭു, പിന്നെ ഒരു പ്രഭു എനിക്കറിയില്ല ആരാണെന്ന്. അങ്ങനെ 3 പേരും കൂട്ടിയിട്ടാണ് എക്സാക്ട്ലി പ്രഭുപാദ എങ്ങനെ ചെയ്തിരിക്കുന്നത് അതേപോലെ ചെയ്തിരിക്കുന്നത്. വണ്ടർഫുൾ. ഓക്കെ, ഇതെല്ലാം പ്രഭുപാദയുടെ ആ എംപവർമെന്റ്, പ്രഭുപാദ അനുഗ്രഹം ഇല്ലാണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതും യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാണ്ട്, യാതൊരു സനാതന ധർമ്മത്തിന്റെ യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാണ്ട്, ടോട്ടലി ഡിഫറെന്റ് കൾച്ചറിൽ വന്നിട്ട് ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ can't even imagine. സോ അടുത്തത് ടെക്സ്റ്റ് 8 അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ഇനി പഠിക്കാൻ സമയം 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. സോ വിൽ സ്റ്റോപ്പ് ഹിയർ. വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेम।